ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒട്ടും തന്നെ കയ്പില്ലാണ്ട് നാരങ്ങ ജ്യൂസ് റെഡിയാക്കുന്ന ഒരു റെസിപ്പി ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മുട്ടപ്പാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയൊരു കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ കാണുന്ന പോലെ അപ്പച്ചട്ടിയിലാണ് ഞാൻ ഒരു തവി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കത് തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി വെക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് നാളികേരപ്പാലിൻ്റെ കൂടെ കഴിക്കാനായാലും കറിയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നല്ല ഒരു സ്മൂത്തായിട്ടുള്ളൊരു അപ്പാണ് കേട്ടോ. അപ്പോൾ പിന്നെ എന്ന് പറയുന്നത് നമ്മൾ ചിക്കൻ കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. മുട്ടയൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ അതൊന്നും അവിടെ ചുടാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ നേരം കൊണ്ട് തന്നെ ഞാൻ തണ്ണിമത്തങ്ങയും കുറച്ചൊന്ന് നന്നാക്കി വയ്ക്കുന്നുണ്ട്. കട്ട് ചെയ്ത് വയ്ക്കാം. പിന്നെ ഉമ്മ പേരക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഉമ്മ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മ പേരക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പകുതി നേരത്തെ ഉണ്ണികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. വലിയൊരു പേരക്ക കേട്ടോ. അപ്പോൾ അതിൻ്റെ പകുതി അവർ കഴിച്ചു. ബാക്കിയുള്ളത് അതും കൂടി ഇതിലൊന്ന് നുറുക്കി വയ്ക്കാൻ വിചാരിച്ചു കേട്ടോ. പിന്നെ ഈന്തപ്പഴം ഉണ്ട്. പിന്നെ ഇത്താടെ അവിടെ നിന്ന് മുന്തിരി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവർ ഉച്ചയ്ക്ക് തന്നെ കഴിച്ചു കേട്ടോ. പിന്നെ തണ്ണിമത്തങ്ങ ഇങ്ങനെ മേടിച്ചോ അധികം വെക്കും കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ ഇപ്പോൾ ദാഹവും ചൂടൊക്കെ കൂടുതലില്ല. അപ്പോൾ ഉണ്ണികൾക്ക് ഞാൻ തണ്ണിമത്തങ്ങ ഇങ്ങനെ മുറിച്ച് കൊടുക്കും കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ദാഹത്തിനും ചൂടിനൊക്കെ നല്ലതാണല്ലോ. പിന്നെ ഞാൻ ആ പേരക്കയും കൂടി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മുട്ടപ്പോൾ ഏകദേശം ഇപ്പോൾ റെഡിയാകാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കറി നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മുട്ടക്കറിയാണ്. അപ്പോൾ അത് നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബാക്കിയുള്ളതും കൂടി മുട്ടപ്പം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ ഇന്ന് കൊണ്ട് കളയാണ്. ഇപ്പോൾ ഉണ്ണികളൊന്നും അധികം കഴിക്കണമൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ചേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ ഇപ്പോൾ. പിന്നെ ഇതാ മുട്ടക്കറി നാളികേരം അരച്ചിട്ടാണ് മുട്ട പുഴുങ്ങിയിട്ടാണ് കറി വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് പള്ളിയിൽ നിന്ന് കിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു കിറ്റുള്ള കാര്യം. അപ്പോൾ ഉമ്മ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ പള്ളിയിൽ നിന്ന് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വരുമ്പോൾ ഒരു കാര്യം ചെയ്യാം, അവിടെ നിന്ന് മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോകാൻ നിൽക്കണ്ടേ. അപ്പോൾ ഉമ്മ വരുമ്പോൾ അങ്ങനെ തന്നെ വണ്ടിയിലല്ല വരുന്നത്. അപ്പോൾ അങ്ങനെ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഉമ്മ പള്ളിയിൽ നിന്ന് വരുമ്പോൾ മേടിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ കിറ്റ്. അപ്പോൾ അത്യാവശ്യം സാധനങ്ങളുണ്ട് കേട്ടോ അതിൽ. അരിപ്പൊടി, ഗോതമ്പ് പൊടി, റവ, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, പിന്നെ ഒരു ബിരിയാണി കിറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചായയില, പിന്നെ എന്താ പറയുക ഒരു പാക്കറ്റ് ഈന്തപ്പഴം ഉണ്ട് കേട്ടോ. പിന്നെ കടലമാവ്, പഞ്ചസാര, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട് കേട്ടോ. വെളിച്ചെണ്ണയുണ്ട് കേട്ടോ. ഒരു 1/2 കിലോ വെളിച്ചെണ്ണയുണ്ട്. പിന്നെ ഉമ്മയുടെ വാപ്പാടെ കൊല്ലത്തലാണ് കേട്ടോ. 12ാമത്തെ നോമ്പിൻ്റെ അന്നാണ് വാപ്പ മരിച്ചത്. അപ്പോൾ അതിൻ്റെ കൊല്ലത്തലാണ് ഇന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉമ്മ വന്നതാണ് കേട്ടോ മലപ്പുറത്തുനിന്ന്. അപ്പോൾ ഉമ്മ ഇത് തന്നിട്ട് ഉമ്മ അങ്ങോട്ട് പോയി. ഉമ്മ വൈകുന്നേരം വരാമെന്നാണ് പറഞ്ഞത് കേട്ടോ ആദ്യം. പിന്നെ പറഞ്ഞു ഇന്ന് വരണില്ല, ഇന്ന് എല്ലാവരും ഉണ്ട് അവിടെ. അപ്പോൾ ഇന്ന് അവിടെ നിൽക്കുകയാണ്, നാളെ കാലത്ത് വരാമെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഉമ്മ ഉണ്ണികൾക്ക് ഉണ്ണിയപ്പം, പിന്നെ പേരയ്ക്ക, അതുപോലെ തന്നെ ആപ്പിളൊക്കെ മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഒന്നൊരു ചെപ്പിലാക്കി മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ഇതാണ് ബിരിയാണി കിറ്റ് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ റവയൊക്കെ നമ്മൾ അത്യാവശ്യത്തിന് മേടിച്ചതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ ബാക്കിയുള്ളതൊക്കെ ഒന്ന് എടുത്ത് വെച്ചു. പിന്നെ അത് ആ ചെപ്പൊന്ന് ഒഴിവാക്കിയ സമയത്ത് അതിൽ അമൃതം പൊടി പൊട്ടിച്ചതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളതൊക്കെ അവിടെയൊക്കെ ഒന്ന് കളഞ്ഞ് എനിക്ക് പണിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് ഒതുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ വൈകുന്നേരത്താണ് കേട്ടോ. വൈകുന്നേരം ഞാൻ ഇനിയിപ്പോൾ വെള്ളം കലക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു നാരങ്ങ ജ്യൂസ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമ്മൾ ഒട്ടും തന്നെ കയ്പൊന്നും ഇല്ലാണ്ട് നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഫ്രിഡ്ജിൽ നാരങ്ങ ജ്യൂസ് ഇതേപോലെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ കുടിക്കാൻ പറ്റും കേട്ടോ. കയ്പില്ലാണ്ട് എത്ര നേരം വേണമെങ്കിലും വെക്കാം കേട്ടോ. അപ്പോൾ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാരങ്ങ അല്ലിയൊക്കെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം അല്ലിങ്ങനെ എടുത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇടുക. അതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒരു 30 സെക്കൻഡ് ഒന്ന് നിർത്തി ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ കണ്ടാലോ ഒട്ടും തന്നെ കുരു ഒന്നും അരഞ്ഞ് വന്നിട്ടില്ല. കുരു അരഞ്ഞ് ചേരുമ്പോഴാണ് ഇതിന് കയ്പ്പ് വരിക. നമ്മൾ ഫ്രിഡ്ജിൽ പിന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് എടുത്ത് കുടിക്കുമ്പോൾ നല്ല കയ്പ്പ് വരും. അപ്പോൾ അങ്ങനെ കയ്പ്പ് വരാതിരിക്കാനായിട്ട് ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ അതൊന്ന് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ. അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ നീരൊന്ന് ഒഴിച്ചു കൊടുക്കുക. ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചിട്ട് അതിൻ്റെ നീരാണ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതും പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ തന്നെ കുടിക്കാനും പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസുമാണ് കേട്ടോ.
ഉണ്ണികൾക്കൊക്കെ നല്ല പോലെ തന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ലൈക്ക് ഭയങ്കര കുറവാണ്, അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.